ആദിത്യത്തിന്റെ വിവിധ ഭാവങ്ങൾ അവതരിപ്പിക്കുന്ന കവിതയായിരുന്നു വൈലോപ്പിള്ളിയുടെ ഊഞ്ഞാലിൽ എന്ന് പറയുന്നത്. അപ്പൊ ഊഞ്ഞാലിനെ കേന്ദ്രീകരിച്ച് പലതരത്തിലുള്ള എസ്സേ ക്വസ്റ്റ്യൻ അടക്കം നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ തിരുവാതിര നാളിനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ യുദ്ധത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് പ്രതീക്ഷയുടെ ചിഹ്നമായിട്ടാണ് അവിടെ നിൽക്കുന്നത് തിരുവാതിര നിലാവ് എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ അത് കേന്ദ്രീകരിച്ചുള്ള ഒരു ചോദ്യമാണ്. ഒരേ മാനത്ത് പ്രത്യക്ഷപ്പെടുന്ന വിമാനവും തിരുവാതിര നക്ഷത്രവും എന്തെല്ലാം അർത്ഥ സാധ്യതകളാണ് നൽകുന്നത്? അപ്പൊ തിരുവാതിരയുടെയും വിമാനത്തിന്റെയും രണ്ടും നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ അത്തരം ചോദ്യങ്ങളിൽ പരിശോധിക്കേണ്ടത്. ഒന്നാമത്തത്, തിരുവാതിര നക്ഷത്രം സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും അടയാളമാണ്. യുദ്ധവിമാനം വിനാശത്തിന്റെ ചിഹ്നമാണ്. പക്ഷേ വിനാശമല്ല, സൃഷ്ടിയുടെ സ്നേഹമാണ് അന്തിമമായി നിലനിൽക്കുന്നത്. യുദ്ധവിമാനം പോയി മറയും, തിരുവാതിര ബാക്കിയായിട്ട് നിൽക്കും. തിരുവാതിര പാട്ടുകൾ പിന്നെയും ഉയരും. അത് എന്താണെന്ന് വെച്ചാൽ പ്രതീക്ഷയുടെ ചിഹ്നമായിട്ടാണ് തിരുവാതിര നക്ഷത്രം ആകാശത്ത് മിന്നി നിൽക്കുന്നത്.